ദിവ്യ എസ് അയ്യരെ വിമർശിച്ചുള്ള VM സുധീരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ദിവ്യക്കെതിരെ അശ്ലീല കമന്റിട്ട ദളിത് കോൺഗ്രസ് നേതാവിന് സസ്പെൻഷൻ. ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TK പ്രഭാകരനെയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. ആസിഫ് മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. ആസിഫ്, ഏതായാലും ഇക്കാര്യം ഒരു മാതൃകാപരമായ നടപടി തന്നെയാണ് അല്ലേ? ഇങ്ങനെ അശ്ലീല കമന്റുകളുമായിട്ടൊക്കെ ഒരാളെ വിമർശിക്കാൻ ഇറങ്ങുന്നവർക്കെതിരെ ഏതായാലും കൃത്യമായ നടപടി ഉണ്ടായിരിക്കുന്നു. ലക്ഷ്മി, തീർച്ചയായും നമുക്കറിയാം ഈ ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റിന് താഴെ പലതരത്തിലുള്ള അശ്ലീല കമൻറ്റും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഇടപെട്ട ഒരാളെയാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഇദ്ദേഹം ദളിത് കോൺഗ്രസ് നേതാവ് കൂടിയാണ്. TK പ്രഭാകരൻ എന്നാണ് പേര്. ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ്. നേരത്തെയും ഇദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും മറ്റും ചെയ്ത ഒരാൾ കൂടിയാണ്. പക്ഷേ അതിനുശേഷവും അദ്ദേഹം ഈ ഒരു പാർട്ടിയുടെ നടപടിക്രമങ്ങൾ പാലിക്കാതെയും ഇത്തരത്തിൽ പാർട്ടിക്ക് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തി ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത്. ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് പല പോസ്റ്റുകളുടെ താഴെ കമന്റ് ഇട്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിവ്യയ്ക്ക് ഔചിത്യബോധമില്ല എന്ന രീതിയിൽ VM സുധീറിനൊരു പോസ്റ്റ് പങ്കുവെക്കുകയും അതിനടിയിലാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങളെ അടക്കം മോശമായി പറഞ്ഞുകൊണ്ടുള്ള അശ്ലീല കമന്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് സ്വാഭാവികമായും ഒരു നടപടിയിലേക്ക് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തത്. കോൺഗ്രസിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും യോജിച്ച ഇടപെടല ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരം ഇടപെടലുകൾ നടത്തുന്നവരെ, പാർട്ടിയുടെ സംസ്കാരത്തിന് യോജിക്കാതെ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ളൊരു താക്കീതും എന്തായാലും നൽകിയിട്ടുണ്ട്. വലിയ രീതിയിൽ വ്യാപകമായ സൈബർ ആക്രമണം ദിവ്യക്കെതിരെ ഉണ്ടായതിൽ ഏതായാലും അശ്ലീല കമന്റ് ഇടുകയും അത്തരത്തിലുള്ള പരാമർശം നടത്തുകയും ചെയ്ത നേതാവിനെയാണ് ഇപ്പോൾ ഏതായാലും പുറത്താക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ആസിഫ്, വലിയ തോതിലുള്ള അധിക്ഷേപങ്ങൾ, ഇത്തരത്തിലുള്ള അശ്ലീല കമന്റുകളൊക്കെ വ്യാപകമായി വരുന്നുണ്ട്. ദിവ്യ ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടിക്ക് ഒരുങ്ങുന്നുണ്ടോ? എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അറിയുമോ? ദിവ്യ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളടക്കം പ്രതികരിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാൻ കഴിയും. ദിവ്യ അത്തരത്തിൽ നിയമപരമായ നടപടികളടക്കം ആവശ്യമുണ്ട ഘട്ടത്തിൽ സ്വീകരിക്കുമെന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ തനിക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മുൻനിർത്തിയാണ് താൻ അത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നുള്ള കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. താൻ രേഖപ്പെടുത്തിയ അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യമില്ല എന്നും അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വം വ്യാപകമായി ദിവ്യക്കെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ദിവ്യയുടെ ആ ഒരു പരാമർശം സദുദ്ദേശത്തോടു കൂടി ആണെങ്കിൽ പോലും അത് വേണ്ടതില്ലായിരുന്നു എന്ന് ദിവ്യയുടെ ജീവിത പങ്കാളി കൂടിയായ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ അടക്കം ചൂണ്ടിക്കാണിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വലിയ സജീവമായ ചർച്ചയാകുകയും K മുരളീധരൻ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വ്യക്തിപരമായി തനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദിവ്യ അത്തരത്തിൽ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സൈബർ ആക്രമണത്തിന് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശം നടത്തിയ ആളുകൾക്കെതിരെ അടക്കമുള്ള നിയമ നടപടി അടക്കം ആവശ്യമുണ്ടെങ്കിൽ ആലോചിക്കുമെന്നുള്ളൊരു നിലപാടായിരുന്നു ദിവ്യ ഏതായാലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പമാണ് ആ സമയത്താണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ശരീരഭാഗങ്ങളെ അടക്കം സൂചിപ്പിച്ചുകൊണ്ട് അശ്ലീല പരാമർശം നടത്തിയ ആൾക്കെതിരെ ഇപ്പോൾ DCC നേതൃത്വം ഏതായാലും ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിൽ അത് ഒരു സ്വാഭാവികമായും അതൊരു അഭിനന്ദാർഹമായ ഒരു നീക്കമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. കാര്യം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഒരു വശത്ത് തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അക്കാര്യം ഒരു മാതൃകാപരമായ നടപടി തന്നെയാണ്. പക്ഷേ എത്ര പേർക്കെതിരെ ഇങ്ങനെ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. അത് അവരുടെ പ്രത്യയശാസ്ത്രം വേറൊന്നുമല്ല, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. അത് എല്ലാ പാർട്ടികളുമായി ബന്ധപ്പെട്ടും ഇത്തരം സൈബർ ആക്രമണകാരികൾ ഉണ്ട്. നമ്മളത് ദിവസേന കാണുന്നതുമാണ്. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത് പോൾ കൊച്ചിയിൽ നിന്ന്.